ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ 29ാമത്തെ നോമ്പിൻ്റെ നോമ്പൊടി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ പെരുന്നാവോ ഇല്ലയെന്നൊന്നും അറിയില്ല. അങ്ങനെ നോമ്പൊക്കെ മുറിച്ച് നിസ്കരിച്ച് ഓതിട്ടൊക്കെ കഴിയുമ്പോഴാണ് തക്ബീർ വെക്കുന്നത്. ഒരു ഷോക്ക് ചെയ്യുന്നു ആദ്യം ഇത് കേൾക്കുമ്പോൾ തന്നെ. നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ നാളെ പെരുന്നാവും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കേൾക്കുമ്പം സന്തോഷം തോന്നി, അതോടൊപ്പം നോമ്പ് കഴിഞ്ഞല്ലോ പറഞ്ഞൊരു സങ്കടം കൂടി ഉണ്ടായിരുന്നു. നമ്മളവിടെ നിന്ന് എപ്പം പള്ളിയിൽ നിന്ന് ചോറ് കിട്ടും, ആ ചോറാണ് കേട്ടോ ഇത് കഴിക്കുന്നുണ്ടായത്. അങ്ങനെ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഇന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, രാത്രിക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ കാണുന്ന വെളുത്തുള്ളിയാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ അതിനെ ആദ്യം ഒരുങ്ങി റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബീഫും ചിക്കനും അതൊക്കെ അമ്മ തലേന്ന് തന്നെ കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ ഇട്ട് വെച്ചു. അങ്ങനെ സമയം 11:30 ആയി. ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഒരു പുഡിങ് ആക്കാനാണ് ബാക്കിയുണ്ടായത്. റാഫലോ പുഡിങ്ങാണ് ആക്കിയത്. അപ്പോൾ അതും കൂടി റെഡിയാക്കി തന്നെ വെക്കാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ള പണിയൊക്കെ രാവിലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 12 മണിക്കാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. ഓൾറെഡി പള്ളിയിലത്തെ ചോറുണ്ടായതുകൊണ്ട് അതും പിന്നെ കസ്റ്റാർഡും പിന്നെ കുറച്ച് സ്വീറ്റ്സും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഒക്കെ സെറ്റാക്കി. അതിന് ശേഷം ഞാൻ മൈലാഞ്ചി വെക്കാൻ വേണ്ടി പോയി. ഓൾറെഡി ഞാൻ സ്റ്റെൻസിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതെന്നെ ഒട്ടിച്ച് വെച്ചു. അങ്ങനെ പിന്നെ ഒരു കൈക്ക് ന്യൂസ് വെച്ചുതരാമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. നല്ല പാങ്ങിൽ വെക്കാനൊക്കെ അറിയാമെന്ന്. പക്ഷെ എന്തെല്ലോ വരയും കുത്തൊക്കെ ഇട്ടിട്ട് എൻ്റെ കൈ എന്തെല്ലോ ആക്കുന്നുണ്ടതിന്. പിന്നെ വെച്ച് കഴിഞ്ഞല്ലോ വെച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും മിണ്ടാനും പോയിട്ടില്ല. ലാസ്റ്റ് ഫൈനലൊക്കെയാണ് ഇട്ടായത്. അങ്ങനെ എനിക്കൊക്കെ മൈലാഞ്ചി വെച്ച ശേഷം ഇമ്മ ഇങ്ങനെ കളിക്കുന്നുണ്ടായത്. അതിന് ശേഷം ഞാൻ മൈലാഞ്ചി കളഞ്ഞിട്ട് ഉമ്മാക്ക് മൈലാഞ്ചി വെച്ചു. അതും കൂടി കഴിഞ്ഞിട്ട് 12:30 ഞാൻ ഉറങ്ങാൻ പോയത് തന്നെ. അപ്പോൾ ബാക്കി ഇവിടെ നാളെ പെരുന്നാക്കാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് മോർണിംഗ് ആണ് കേട്ടോ, അതായത് പെരുന്നാളിൻ്റെ ദിവസം. അങ്ങനെ ഇമ്മും സാരിയൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ ഇമ്മുവിന് പെരുന്നാൾ പൈസ കൊടുത്തു. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. ഇമ്മുവിൻ്റെ ഫോട്ടോ എടുക്കാൻ കുറേ ശ്രമിച്ചെങ്കിലും ഓനൊന്നും നിൽക്കുന്നുണ്ടായിട്ടില്ല. പിന്നെ പൊരക്കുന്ന ഫുഡെല്ലാം കഴിച്ച് ഫാമിലിൻ്റെ പൊരക്കേക്കെല്ലാം പോയി. അങ്ങനെ ലാസ്റ്റ് ഒരു 5 മണിയാകുമ്പോഴേക്ക് ഞാൻ എൻ്റെ പൊരക്കേക്ക് എത്തി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഈദ് വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.